ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ കൊല്ലത്ത് ശക്തികുളങ്ങര ഭാഗത്ത് കണ്ടെയ്നറുകൾ വന്ന് അടിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ചില കണ്ടെയ്നറുകൾ കൂടി തീരത്തേക്ക് അടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ പ്രതിനിധി ദിലീപ് ദേവസിയും അബു താഹിറും അവിടെയുണ്ട്. ശരത്തും സുജിത്തും ഇപ്പോൾ ഉള്ളത് ചെറിയഴീക്കൽ ഭാഗത്താണ്, വലിയഴീക്കൽ ഭാഗത്താണ്. ചവറയിൽ 3 കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശക്തികുളങ്ങരയിൽ 4 കണ്ടെയ്നറുകൾ കൂടി ഇപ്പോൾ തീരത്തേക്ക് ഒഴുകി വരുന്നുണ്ട്. ദിലീപ് ഉണ്ട് നമുക്കൊപ്പം. ദിലീപ്, ശക്തികുളങ്ങരയിൽ നേരത്തെ നമ്മൾ കണ്ട കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടുത്തോ? ഡോക്ടർ അരുൺകുമാർ, നേരത്തെ നമ്മൾ കണ്ട കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടുത്തു. അത് തീരം തൊട്ടിരിക്കുകയാണ്. അത് പുള്ളിമുട്ടിൽ ഇടിച്ച് നിൽക്കുകയാണ്. അത് ഒന്നുകൂടി ദൃശ്യങ്ങളിൽ കാണിക്കാവുന്നതാണ്. അബൂ താഹിർ, ആ ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ കണ്ടിരുന്ന ആ കണ്ടെയ്നറുകളുടെ ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകർക്ക് കാണിക്കാവുന്നത്. ഡോക്ടർ അരുൺകുമാർ, മറ്റൊരു വിവരം കൂടി പങ്കുവെക്കേണ്ടതുണ്ട്. അതായത് പുറം കടലിൽ 3 വെള്ള കണ്ടെയ്നറുകളും ഒരു ചുവപ്പ് കണ്ടെയ്നറുകളും ഉണ്ടെന്നുള്ള വിവരം ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് 3 വെള്ള കണ്ടെയ്നറുകളും ഒരു ചുവന്ന കണ്ടെയ്നറുകളും കടലിൽ ഒഴുകി നടക്കുന്നതായിട്ട് ആ വിവരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ രൂപം നമ്മളെ കണ്ണിൽ കാണുകയും ചെയ്യാം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് നേരത്തെ ഇവിടെ ഒഴുകി നടന്ന കണ്ടെയ്നറുകൾ അത് പുളിമുട്ടിൽ ഇടിച്ചു നിൽക്കുന്നതാണ്. അത് വെള്ള കണ്ടെയ്നറുകളാണ്. അത് ഒരു ഭാഗം ആ പുളിമുട്ടിൽ ശക്തികുളങ്ങരയുടെ പുലിമുട്ടിൽ ഇടിച്ചു നിൽക്കുന്നുണ്ട്. അതിന് തൊട്ട് തന്നെ മറ്റൊരു കണ്ടെയ്നറുകളും ഒഴുകി നടക്കുന്നു. പുറംകടലിലുള്ള 3 കണ്ടെയ്നറുകൾ വെള്ളയാണ്, 1 ചുവപ്പും. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, അത് ഡോറുകൾ തുറന്ന നിലയിലാണ്, ഇടിച്ച് തുറന്നിട്ടുണ്ട്. മാത്രമല്ല അത് പുലിമുട്ടിൻ്റെ കല്ലിലിടിച്ച് അതിൻ്റെ ഒരു ഭാഗം ചതങ്ങിയ നിലയിലാണെന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ആളുകൾ നമ്മൾക്ക് പറയുന്നത്. നമ്മളെ തൊട്ടടുത്തുണ്ടായിരുന്ന ആ കണ്ടെയ്നർ പോലും ഇപ്പോൾ ഈ കല്ലിൽ, അതായത് കടൽ ഭിത്തിയിൽ ഇടിച്ചിടിച്ച് ദൂരേക്ക് മാറിപ്പോകുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ പുറംകടലിലുള്ള കണ്ടെയ്നറുകൾ കരയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. കടൽ ഇപ്പോൾ പ്രക്ഷുബ്ധമാണ്. വലിയ തോതിൽ തിരമാലകൾ അടിക്കുന്നുണ്ട്. നേരത്തെ ശക്തമായ മഴയുണ്ടായിരുന്നു. അങ്ങനെ ഈ പ്രതികൂലമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളൊന്നും തന്നെ കടലിൽ പോവുകയും ചെയ്തില്ല. ഇപ്പോൾ ബോട്ടുകൾ മാത്രം, വലിയ മത്സ്യബന്ധന ബോട്ടുകൾ മാത്രമാണ് കടലിൽ ഇറങ്ങിയിരിക്കുന്നത്. അത് അവർ പുറംകടലിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ശക്തികുളങ്ങര കടൽ തീരത്തേക്ക് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ, അതായത് 10ൽ കൂടുതൽ കണ്ടെയ്നറുകളാണ് ഇപ്പോൾ കൊല്ലത്തെ ശക്തികുളങ്ങര തീരത്തേക്ക് അടുക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞത് 3 എണ്ണം കരയ്ക്ക് തൊട്ടു എന്നുണ്ടെങ്കിൽ 3 വെള്ള കണ്ടെയ്നറുകളും 1 ചുവന്ന കണ്ടെയ്നറുകളും ഇപ്പോഴും കടലിൽ ഒഴുകി ശക്തികുളങ്ങര ഭാഗത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ളൊരു വിവരം കൂടി മത്സ്യത്തൊഴിലാളികൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 200 മീറ്റർ മാറി നിൽക്കണം എന്നുള്ളത് കൃത്യമായി നാട്ടുകാർ പാലിക്കുന്നുണ്ട്. കാരണം ഒരു നാട്ടുകാരെ പോലും ഈ പ്രദേശത്ത് കാണുന്നില്ല. അത് കൂടുതലുള്ളത് മാധ്യമപ്രവർത്തകരാണ്. ആളുകൾ കൂടുതൽ ഇരിക്കുകയാണ്. കാരണം പോലീസ് അടക്കം കൃത്യമായ ഇടപെടൽ നടത്തുന്നു. ആശങ്ക വേണ്ട സാഹചര്യമില്ല. ഒരിക്കൽ കൂടി നമ്മൾ പ്രേക്ഷകരോട് പറയട്ടെ, കടൽ തീരത്തേക്ക് അടിയുന്ന എല്ലാ കണ്ടെയ്നറുകളിൽ പല കണ്ടെയ്നറുകളും തുറന്ന നിലയിൽ തന്നെയാണ്. അതിലൊന്നും തന്നെയില്ല. 73ഓളം കണ്ടെയ്നറുകൾ ഇതേപോലെ കാലിയായിരുന്നു. 12ഓളം കണ്ടെയ്നറുകളിലാണ് കാൽസ്യം കാർബൈഡ് അടക്കമുള്ള രാസവസ്തുക്കളുള്ളത്. അതിലാണ് ചെറിയ ആശങ്കയുള്ളതും. ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി 200 മീറ്റർ അകലം പാലിച്ചു നിൽക്കണം എന്നുള്ള കൃത്യമായ നിർദ്ദേശം നൽകുന്നത്.